കൊല്ലം ജില്ലയിലെ അതിരമ്പുഴയിലുള്ള വേദഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. അവിടെയുള്ള വേദവ്യാസ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വേറെ ഏതോ ഒരു ജന്മത്തിലെത്തിയ ഫീലായിരുന്നേ. എന്തായാലും ഭയങ്കര രസമുണ്ട്. എന്നെപ്പോലെ ക്ഷേത്രവും പഴമയും എല്ലാം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാസമഹർഷി ഒരു ഗുരുകുലം നടത്തിയിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ വിദ്യ അഭ്യസിക്കാൻ വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ രണ്ട് വലിയ കല്ലുകളാണ് കേട്ടോ ഉള്ളത്. ഇവിടെ പ്രതിഷ്ഠയും വലിയൊരു കല്ലാണ്. ഇവിടെ പണ്ട് വ്യാസമുനി ധ്യാനത്തിലിരുന്ന പീഠമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു കാടിന് നടുവിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. ആളും തിരക്കും ഒന്നുമില്ലാതെ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റിയ ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇതിനടുത്ത് തന്നെ ഒരു 5 വലിയ കല്ലുകളും കൂടി കാണാവേ. അത് പഞ്ചപാണ്ഡവരാണെന്നാണ് സങ്കല്പം. ഇവിടെയും വിളക്കൊക്കെ വെക്കുന്ന ചിരാതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. വിളക്കൊക്കെ വെക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും 1-ാം തീയതി ഇവിടെ പൂജ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ നമ്മുടെ പൂജവെപ്പില്ലേ, ആ സമയത്തും ഇവിടെ പൂജയും ഇതൊക്കെ ഉണ്ടായിരുന്നെന്നാണ് കേട്ടോ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു കളരിത്തറയാണ് കേട്ടോ. പഞ്ചപാണ്ഡവരെല്ലാം ഇവിടെ വിദ്യ അഭ്യസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്ന ഒരു കളരിത്തറയാണ്. അതിന് ചുറ്റും തന്നെ കുറേ വലിയ വലിയ കല്ലുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കണേ. ആ കല്ലുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്ത് പഴക്കം ഉള്ളതാണെന്നേ. പിന്നെ ഇതിനുള്ളിൽ ഇപ്പം കാട്ടുചെടികളും മുല്ലയോ അങ്ങനെ എന്തോ വള്ളിച്ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ കണ്ടു മറന്ന കൊട്ടങ്ങായും അങ്ങനെ കുറേ തുടലിപ്പഴം അങ്ങനെ കുറേ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുറേ ഔഷധ ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇത്രയും കാലം ഉണ്ടായിട്ടും ഇപ്പോഴാണ് കേട്ടോ ഈ ക്ഷേത്രത്തെപ്പറ്റി എനിക്ക് അറിയാനായിട്ട് പറ്റിയത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആർക്കെങ്കിലുമൊക്കെ അറിവുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടെ ഒരു സ്റ്റേജ് കാണാം. ഇവിടെ പ്രോഗ്രാമൊക്കെ നടത്തുന്നതാണെന്ന് തോന്നണ്. ഇത് ഈ മലയുടെ മുകളിൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ഒരു മനുഷ്യരെ പോലും കാണാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ പൂജയുള്ള ദിവസം ആൾക്കാരൊക്കെ വരുമെന്നാണ് അറിഞ്ഞത്. പിന്നെ അവിടെ വലിയ ഒരു ആഞ്ഞിലിമരം ഉണ്ട്, ഒത്തിരി പഴക്കമുള്ളതാണെന്നാണ് കണ്ടിട്ട് തോന്നണേ. അങ്ങനെ ഒരുപാട് നല്ല കാടാണ് കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിനോട് ചേർന്നിട്ട് പഞ്ചപാണ്ഡവർ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു നീരുറവയുണ്ട് കേട്ടോ. അതൊരു പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു കുഴി പോലെ വന്നിട്ട് അതിൽ വെള്ളം കിടക്കുന്നുണ്ട്. അത് വേനൽക്കാലത്തും എല്ലാം ഈ വെള്ളം ഇതുപോലെ വരുമെന്നാണ് പറയണത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ചുറ്റുമെല്ലാം നല്ല രീതിക്ക് കാടാണേ. എന്തായാലും ഇതിങ്ങനെയെങ്കിലും സംരക്ഷിച്ച് പോന്നിട്ടുണ്ട്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യണത് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ നീരുറവയെ. ഇതാണ് പഞ്ചതീർത്ഥം. പഞ്ചപാണ്ഡവർ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നീരുറവ എന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയൊരു മലയുടെ മുകളിൽ ഈ പാറയുടെ അകത്ത് എത്ര വേനലായാലും ഇതുപോലെ നീരുറവ കാണുമെന്ന് പറയണത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇത് ജിയോളജിക്കലി നോക്കിയാലും വിശ്വാസപരമായി നോക്കിയാലും അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഇതാണ് കേട്ടോ വ്യാസതീർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ട പഞ്ചതീർത്ഥം പോലെ തന്നെ ഒരു ഉറവ വരണ ഒരിതാണ് വ്യാസതീർത്ഥം. ഇത് വ്യാസമഹർഷിയായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. കറക്റ്റായിട്ട് നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. നമ്മൾ വന്നപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്തും ഇതിനുള്ളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ ഒന്ന് വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് കേട്ടോ. നല്ല പോസിറ്റീവ് വൈബാണ്.
അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.